നമസ്കാരം. ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ വായിച്ചറിഞ്ഞ കുറച്ചു നല്ല അറിവുകൾ ആണ്. അത് നിങ്ങളോടും കൂടി ഒന്ന് പറയണം എന്ന് കരുതി. ഒന്നാമതായി, ഈശ്വരൻ ഉണ്ടോ? ആരെങ്കിലും ഭഗവാനെ കണ്ടിട്ടുണ്ടോ? ഈ ശരീരത്തിൽ വസിക്കുന്നവൻ ആരോ അതാണ് ഈശ്വരൻ. പരസ്പരം കാണുമ്പോൾ നമസ്കാരം പറയുന്നില്ലേ, നമിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉള്ള ഈശ്വരനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണല്ലോ തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാനാകുന്നു എല്ലാം. ഇനി അതുപോലെ പൂർവജന്മവും പുനർജന്മവും ഉണ്ടോ? പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. ആധുനികമായി ചിന്തിച്ചാൽ ഒരു യന്ത്രം കുറേ നാൾ വർക്ക് ചെയ്ത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വിധം ആ യന്ത്രം നിലയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ഹൃദയവും നിൽക്കുന്നു. അതിനെ മരണം എന്ന് പറയുന്നു. ഈ രീതിയിൽ ചിന്തിക്കുന്നു. പിന്നെ ഒന്നും ഇല്ല. എന്നാൽ അതല്ല സത്യം. ആത്മാവുണ്ട്, പൂർവജന്മവും പുനർജന്മവും ഉണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനൊന്നും സംഭവിക്കുകയില്ല. ഇത്രയും നാൾ ഏതു ശരീരത്തിലാണോ വസിച്ചിരുന്നത് അത് മാറ്റി വേറെ ഒരു ശരീരം തേടുന്നു. ആത്മാവിന് യോജിച്ച ശരീരം സ്വീകരിക്കുന്നു. ഉദാഹരണത്തിന്, റെഡിമെയ്ഡ് ഷോപ്പിൽ ചെന്ന് നമ്മൾക്ക് യോജിച്ചതും അനുയോജ്യമായതും ആയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതുപോലെയാണ് ആത്മാവും. ആത്മാവിന് ഇഷ്ടപ്പെട്ടതെന്തോ യോജിച്ചതെന്തോ അതും തിരഞ്ഞെടുക്കുന്നു. വിലകൂടിയ വസ്ത്രം, വിലക്കുറഞ്ഞ വസ്ത്രം കാശിൻ്റെ പരിമിതിക്കനുസരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നു. അതുപോലെ ആത്മാവും. അതിന് കാശല്ല, പകരം ചെയ്ത കർമ്മബലം. അത് പാപമായാലും ശരി, പുണ്യമായാലും ശരി, അതിനനുസരിച്ചിട്ടുള്ള ശരീരത്തെ പ്രാപിക്കുന്നു. പിന്നെ അതുപോലെ ചത്തുപോയി എന്നല്ല പറയേണ്ടത്, സത്തുപോയി എന്നാണ്. എല്ലാവരും പരക്കെ പറയുന്നത് ചത്തുപോയി എന്നാണ്. അത് ശരിയല്ല. നമ്മുടെ ഉള്ളിലെ സത്തുപോയി, നന്മ പോയി, ഈശ്വരൻ പോയി എന്നെല്ലാം പറയാം. ബാക്കി ജഡം മാത്രമായി. അതായത് ബോഡി മരിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിലധികം നേരം സൂക്ഷിക്കാൻ പാടില്ല. അത് മറവ് ചെയ്യണം. ഇന്ന് ദിവസങ്ങളോളം മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. വിദേശത്തുള്ള മക്കളെയും ബന്ധുക്കളെയും കാത്ത്. ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. നമ്മളെല്ലാവർക്കും അറിയാമല്ലോ, ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ടല്ലോ, വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രേ, ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി തൂർണം ധരിക്കുന്നു വേറെ ദേഹം. ആത്മാവിതഗ്നി ദഹിക്കയില്ല, ആത്മാവലിഞ്ഞു പോകുന്നതല്ല. ഇതിൽ നിന്നും എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തായാലും മരണത്തിന് ശേഷവും പിന്നെ ഒരു ജന്മമുണ്ട്. ആ നല്ല ജന്മമുണ്ട്, ചീത്തയായിട്ടുള്ള ജന്മമുണ്ട്. അത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത കർമ്മബലം അനുസരിച്ചിട്ട്, നല്ലത് ചെയ്താൽ നല്ലതും, തിന്മ ചെയ്താൽ തിന്മ, അങ്ങനെ ഉള്ളൊരു ജന്മമായിരിക്കും അടുത്ത ജന്മം നമുക്ക് കിട്ടുക. അതുകൊണ്ട് എല്ലാവരും സത്യസ്വരൂപനായ ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ലത് മാത്രം പറഞ്ഞ്, നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.